സൂപ്പർ മറുപടി. ഞാൻ ഏറിപ്പോയി. ഇനി മന്ത്രിയും കൂടെ ആവുകയാണ്. ഇനി അച്ഛനൊക്കെ കിട്ടുന്നത് കുറവാകും. എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി സപ്പോർട്ട് എന്നുള്ള രീതിക്കായി മാറി. ചില മാധ്യമങ്ങൾ, ഞാൻ എടുത്തു പോയി, ചില മാധ്യമങ്ങൾ കരുതിക്കൂട്ടി പല വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, ഭയങ്കര ജെന്യുവനായിട്ടാണ്. ഇതിപ്പം ഞാനും എൻ്റെ അച്ഛനെ പറ്റി തള്ളുന്ന മാതിരിയാവും. പക്ഷേ അന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തവണ പറഞ്ഞത് എനിക്കവർ തന്നു എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ആൾക്കാരുടെ വാലിഡിറ്റി എന്താ? അവരെന്ത് ചെയ്തിട്ടാണ് ഇത് വേറൊരാളുടെ ഇങ്ങനെ പറയുന്നത്? അച്ഛനേക്കാളും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് അച്ഛൻ ഒരു തെറ്റ് ചെയ്ത് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഈ ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു ട്രോളാണോ ഇത്? ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ കാണുന്നത് ന്യൂയോർക്കിൽ ഏലിയൻസ് വരുന്നതല്ലേ കാണുന്നത്. ഇവിടെ നമുക്ക് പത്തനംതിട്ടയിലും അല്ലെങ്കിൽ കൊച്ചിയിലും വരാമെന്ന് നമ്മൾ കാണിക്കുകയാണ്. ഞാൻ ഈ ട്രോള് ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് തോന്നിയായിരിക്കും. എല്ലാവരും എനിക്ക് ഒത്തിരി കിട്ടാറുണ്ടല്ലോ, അതുകൊണ്ടാണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു അല്ലേ? നല്ലൊരു സിനിമ കണ്ടവരൊക്കെ പറയുന്നു ഈ സിനിമ കാണേണ്ട സിനിമയാണ്. സംവിധാനത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? 2 സിനിമ സംവിധാനം ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായ സിനിമയായിട്ട് വരാനുള്ള ഒരു ചങ്കൂറ്റം അഭിനന്ദിക്കുന്നുണ്ടോ? താങ്ക് യു. എന്താണ് ഇത്തരം ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം? പണ്ടുകൂടെ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഇഷ്ടമായിരുന്നു. ഇങ്ങനൊരു സംഭവം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിളുമായിട്ട് നല്ല റാപ്പ് ഉണ്ടായിരുന്നു. ഗൂഗിളിനോട് ഇങ്ങനത്തെ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന് മനസ്സിലാവും. ഗണേശ് സാറിനും ഫസ്റ്റ് തന്നെ പോയി പറഞ്ഞപ്പം സംഭവം കിട്ടി കറക്റ്റായിട്ട്. സാറാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്നതും പെട്ടെന്ന് തന്നെ പ്രോജക്റ്റായി. അപ്പം ആക്ടേഴ്സിന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കുള്ളൊരു സപ്പോർട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നടക്കാനുള്ള ആദ്യം വേണ്ടതെന്ന് തോന്നുന്നു. അല്ല, ഗണേഷ് കുമാർ ചേട്ടനൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റണമെങ്കിൽ അത് ഗംഭീര കഴിവ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും കാണാത്ത ഗണേഷ് ചേട്ടൻ അതിനകത്ത് കാണുന്നത്. സാറിന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. സാറിലേക്കും ചിലപ്പം സാറിൻ്റെ പൊളിറ്റിക്കൽ കരിയർ കൊണ്ടിട്ടും സാർ ചെയ്യുന്ന സിനിമകൾ തരത്തിലുള്ള സിനിമകളായതുകൊണ്ട് ചിലപ്പോൾ സാറിന് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ പോയി പറഞ്ഞപ്പോൾ സാറിന് പെട്ടെന്ന് അത് കിട്ടി. സാറിന് അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സാറിന് ഒരു സെഷനിൽ തന്നെ സാറിന് മനസ്സിലായി. സാർ തന്നെ സജസ്റ്റ് ചെയ്യായിരുന്നു, നാളെ പോയി പ്രൊഡ്യൂസറിനെ കാണാൻ. പിറ്റേ ദിവസം സിനിമ ഓണാകുമായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മലയാള സിനിമയിൽ ഇത്തരം വന്നിട്ടില്ല. ഇതൊരു നമ്മൾ പുതിയൊരു ലോകം നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതെ, ഇനിയുള്ളൊരു കാലഘട്ടത്തെ പരിചയപ്പെടുത്തുകയാണ്. അതിന് കുറേ എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സിൽ ഇത് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു 1-2 വർഷത്തോളം ഗ്രാഫിക്സിന് വേണ്ടി ഒരു സമയം ചെലവഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും തന്നെ കാശും ശരി, അത്ര തന്നെ പൈസയും ആയിട്ടുണ്ടാവും. അത്തരമൊരു നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഇതിൻ്റെ താങ്കളുടെ ഒരു വിഷനിൽ ഇത്തരം ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊരു ചിന്താഗതി വന്നിരുന്നു? തീർച്ചയായിട്ടും വന്നിരുന്നു. ആ പ്രതീക്ഷയും ഇപ്പോഴത്തെ ജനറേഷന് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത്. കാരണം ഭയങ്കര വേൾഡ് മീഡിയയോടും പുതിയ തരം സിനിമകളോടും ഒക്കെ എക്സ്പോഷർ ഉള്ളൊരു ജനറേഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളുടെ മലയാള അനാലിസിസ് ഒക്കെ കാണുമ്പോഴും അതിന് താഴെയുള്ള നമ്മളുടെ പിള്ളേരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളിവിടെ ഇങ്ങനത്തെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർക്കൊക്കെ ഈ പുറത്തെ സിനിമകളെ ഇതൊക്കെ കാണാനും ഇതൊക്കെ എൻജോയ് ചെയ്യാനും ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അത് ഇങ്ങനത്തെ ഈ ജനറേഷൻ ആൾക്കാരാണ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 13-12 വയസ്സുള്ള കുട്ടികൾ തൊട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ. അതെ അല്ല, അതാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്കുണ്ട്. ആ പ്രായം തൊട്ട് ഈ സിനിമ കാണാം. അതെ, ആ ഒരു ഗംഭീര ഒരു സംഭവം ചെയ്തു വെച്ചപ്പോൾ മനസ്സിന് കഴിഞ്ഞ ദിവസം സിനിമ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തൃപ്തി വരുവാണ്. അന്ന് ഇറങ്ങിയ റെസ്പോൺസ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം തോന്നിയത്? ആദ്യം തോന്നുന്നത് ഇനിയും ഇങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ജനുവരിയിൽ ഒരു കോമിക് ഫെസ്റ്റിവലിന് നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കോമിക് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രേക്ഷകർ എന്ന് പറയുന്നത് ഈ ഏജ് ഗ്രൂപ്പാണല്ലോ, ഒരു 17-25 ഇടയിലുള്ള നമ്മൾ അന്ന് ഇൻറ്റൻറ്റ് ചെയ്ത് കാണാനായിട്ട്. അപ്പോൾ അന്ന് വന്നതും അങ്ങനത്തെ ഒരു വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഇങ്ങനത്തെ നമ്മൾ യാതൊരു രീതിയിലൊരു സ്പോൺസർഡ് അല്ലാത്തൊരു ക്രൗഡായിരുന്നു അന്ന് വന്നിരുന്നത്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് നിന്ന് നമുക്ക് ഇതേ അഭിപ്രായം തന്നെയാണ് കിട്ടിയത്. ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാനും കാണാനും ഒക്കെ ആഗ്രഹമുള്ളൊരു കൂട്ടമായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിലും ഫ്യൂച്ചറിലുള്ള പിള്ളേർ ഇനി ഇങ്ങനത്തെ സബ്ജക്റ്റുകളുമായിട്ട് വരുമെന്ന് തോന്നുന്നു മലയാള സിനിമയിലേക്ക്. ഒത്തിരി അവാർഡുകൾ വാരിക്കൂട്ടി അല്ലേ? നമുക്ക് നിരന്തര അവാർഡുകൾ വാരിക്കൂട്ടി. ഈ പ്രൊഡ്യൂസറെ സംബന്ധിച്ചുള്ള തിയേറ്ററിൽ ഒരു വിജയമാണ്. പ്രൊഡ്യൂസറിൻ്റെ എപ്പോഴും ഉള്ള ഒരു വീപ്പ് തന്നെയാണ്. പ്രൊഡ്യൂസർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിവ്യൂ ഷോ കൊടുത്ത പ്രൊഡ്യൂസർ എന്തായിരിക്കും, അജിത്ത് എന്തായിരിക്കും സംസാരിച്ചത്? അജിത് സാറിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജിത് സാറ് വേറെ ചെയ്തേക്കുന്ന സിനിമകളൊക്കെ വലിയ സിനിമകളാണ്. അപ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് സപ്പോർട്ട് തന്നെ തന്നെയാണ് അവരുടെ. ചിലപ്പോൾ അവർക്കത് മുഴുവനായി മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമ്മളിൽ വെക്കുന്നൊരു വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ
അത് അതിനെ അണ്ടർ അപ്രിഷ്യേറ്റഡ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ശരിക്കും അങ്ങനെ ഒരു പുതിയ ഒരു ചൂടെടുക്കുന്നതിന് കൂട്ടു നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ കൈത്താങ്ങെന്ന് പറയുന്നത്. അതിന് നന്ദി മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഗൂഗിൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഗൂഗിൾ കേട്ട് നിങ്ങളെല്ലാം കേട്ടപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആകൊണ്ടാണല്ലോ മാറുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച തന്നെ ചോദ്യമാണ്. നമ്മൾ ഒരു തിയേറ്ററിൽ വിജയം എന്നുള്ളതാണ് ഒരു സിനിമയുടെ എപ്പോഴും. നമുക്ക് തിയേറ്ററിൽ നിന്ന് കയ്യടി കിട്ടുമ്പോഴാണ് നമ്മളൊരു നടൻ ഉണ്ടാകുന്നു, നടൻ വളരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് പണ്ടുതൊട്ടുള്ള. അത്തരമൊരു കയ്യടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഈ സിനിമ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത് കോവിഡ് കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് എറയിലൂടെ പോവുകയാണെന്ന് വിശ്വസിച്ചിരുന്നൊരു ഇനി തിയേറ്ററുകളുണ്ടോ ഇങ്ങനെ പോലും സംശയം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്താണ് നമ്മൾ സിനിമ ചെയ്തത്. അപ്പോൾ ഇതൊരു OTT ആയിരിക്കും അതിൻ്റെ വിൽപ്പന വരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ സിനിമ ആദ്യം ചെയ്ത് തുടങ്ങിയതും. സിനിമയുടെ സ്കെയിലിനോടും സിനിമയുടെ തോട്ട് പ്രോസസ്സിനോടും പ്രൊഡ്യൂസേഴ്സ് സിങ്കായി വരുന്നതിന് അവർക്കും ടൈം ലഭിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പരിധി വരെയുള്ളൊരു സെക്കൻഡ് സ്കെഡ്യൂളിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് വരെയുള്ള വിഷ്വൽസ് കണ്ട് അതിൽ നിങ്ങളിതായിരുന്നു ഇത്രയും മനോഹരമായിട്ടായിരുന്നു ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ട് അതിന് വീണ്ടും കൂടുതൽ ഫണ്ട് ചെയ്ത് വീണ്ടും സീക്വൻസസ് ആഡ് ചെയ്ത് എക്സ്റ്റീരിയറും ആക്ഷൻ സീക്വൻസസും പാലറ്റ് തന്നെ സിനിമയുടെ ഒന്നുകൂടെ ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന പോലെ വലുതായി. അപ്പോൾ നേരത്തെ അരുൺ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അതിന് എഫേർട്ട് എടുത്ത, പ്രത്യേകിച്ച് ആ ഒരു ഇപ്പോൾ ഈ ഇത്രയും കാശ് ചിലവാക്കുന്നത് എങ്ങോട്ട്, എന്തിന്, സിനിമ തന്നെ ഉണ്ടോ, തിയേറ്റർ ഉണ്ടോ, ഈ ഒരു കാലഘട്ടത്തിൽ അതിന് അത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ആൾക്കാരെയും അതിനുവേണ്ടി അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്ന് ആ പ്രൊഡക്ഷൻ്റെ ഒരു കോൺഫിഡൻസ് തികച്ചും അവർക്ക് 100% മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല സ്ക്രിപ്റ്റ്. പക്ഷേ അവർ ഈ ഒരു ഔട്ട്പുട്ട് വരും എന്നല്ലെങ്കിൽ അത് വരണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇറക്കുന്ന ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ സിനിമയുടെ ഒരു വിജയ കാലഘട്ടമാണ്. അവിടെയാണ് ഇത്തരമൊരു സിനിമ നമ്മൾ റിലീസിന് ഒരുങ്ങുന്നത്. അവിടെയാണ് ആ സിനിമ, ആ പ്രൊഡ്യൂസർ ആ ചങ്കൂറ്റം കാണിക്കുന്നു. വലിയ വലിയ സിനിമകൾ വന്ന് എന്നാൽ ആരും ഇല്ലാത്ത സിനിമകൾ ഹിറ്റടിക്കുന്നു. പ്രഷർ വേറെ രീതിക്ക് ചിന്തിച്ചു തുടങ്ങിയതിന്റെ ഒരു കാലഘട്ടമാണ്. അവിടെ ഈ സിനിമ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഒരു വിജയമായിട്ട് നമ്മൾ കാണേണ്ടത്. അതെ, പക്ഷെ ഞങ്ങളിത് ഞങ്ങൾ ഈ പറഞ്ഞ തിയേറ്ററിൽ നിന്നല്ലായിരുന്നല്ലോ ഞങ്ങളിത് ആദ്യം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ ഇല്ല. തിയേറ്ററിൽ ഇറങ്ങിയ കൈയടി കിട്ടും എന്നുള്ള ഒരു സംഭവം ഞങ്ങൾ അതിലോട്ട് അത്രയ്ക്ക് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഈ സിനിമ റെക്കഗ്നൈസ് ചെയ്യപ്പെടുമെന്നും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇനി നമ്മുടെ റീജിയണൽ ലെവലിൽ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടിയില്ലെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റൻസ് കിട്ടാൻ യോഗ്യതയുള്ള സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കോമഡി കഥാപാത്രങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? അജു ഒക്കെ നിൽക്കുവാണ്. അവരൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ ജഗതി സാർ, ഇന്നസെൻറ്റ് സാർ, അങ്ങനെ ഒരുപാട് കോമഡി ലെജൻസ് ഉണ്ട്. ഇപ്പം നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ആ കോമഡി സീക്വൻസസ് ഹാൻഡിൽ ചെയ്യുന്ന ലെജൻഡാണ് അജു ചേട്ടൻ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ല, അത് പോയെന്ന് പറയുമ്പോൾ അജുവിനെ നമ്മൾ കുറെ നാളിന് ശേഷം ഇങ്ങനെ കാണുന്നത്. എനിക്ക് തട്ടത്തിൽ മറയൊക്കെ കണ്ടിങ്ങനെ പോയിട്ട് അജു വേറെ എവിടെയൊക്കെ പോയി നിന്നിട്ട് അജു വീണ്ടും എനിക്ക് അജുവിന് തന്നെ അജുവിന്റെ ഈ കഥാപാത്രങ്ങളും പഴയതൊക്കെ ഒഴിവായി പോയാൽ ഒരു ദുഃഖം തോന്നിയിട്ടുണ്ട്. പഴയ കഥാപാത്രങ്ങളും വരുവാണ് ഇപ്പൊ അജുവിന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. വന്നാൽ സന്തോഷം, പക്ഷെ എൻ്റെ ഒരു മൈൻഡേജ് മാറിപ്പോയല്ലോ ചേട്ടാ. ഇത് ചെയ്യുമ്പം നമ്മളല്ലേ കോവിഡ് ടൈമിലാണ് നമ്മൾ കുറച്ചും കൂടി ആ സമയത്ത് ഈ സിനിമയുടെ ഒരു ആശയം ത്തിലൊരു എക്സ്പെരിമെൻ്റ് സ്വഭാവം പൂർണ്ണമായിട്ടുണ്ട്. അതാണ് ഞാൻ എടുത്തത് രീതി. നമ്മളൊരു എക്സ്പെരിമെൻ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പം അതിൻ്റെ വരും വരായികളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പൂർണ്ണമായിട്ടും എന്തും വന്നോട്ടെ. കാര്യം അതിനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന നടന്മാർ, ഗണേശേട്ടൻ, അനാർക്കലി, ഗോകുൽ, VFX സപ്പോർട്ട് തരാൻ ചന്തുവിൻ്റെ തന്നെ സുഹൃത്തുക്കളായ മെറാക്കി എന്ന് പറഞ്ഞ ടീം. കാര്യം ഈ സിനിമയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ട് ചെയ്യാൻ സ്ട്രോങ് ഒരു പ്രൊഡ്യൂസർ. എക്സ്പെരിമെൻ്റ് ചെയ്തോന്ന് ധൈര്യമായിട്ട് പറയുന്നു. അപ്പം നമുക്കവിടെ പാതി വഴിയിൽ എന്നാൽ പിന്നെ നമുക്ക് കൊമേഴ്ഷ്യലി നോക്കണോ, എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കണോ എന്നുള്ളൊരാശയം വന്നില്ല. നമുക്ക് 100% അറിയാം ഇത് എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു സിനിമയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ ട്രെയിലറിലും ടീസറിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥിരം കാണുന്നൊരു ഫോർമാറ്റിൽ ഒരു ഫോർമുല ഉള്ള സിനിമയല്ല. ചിലപ്പോൾ ഈ സിനിമ 100-ൽ ചിലപ്പോൾ ഒരു 50 പേർക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ ആ 50 പേര് ഇത് കാണാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോണർ സിനിമകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഇത് വന്നാൽ മതി എന്നാണ് നമ്മൾ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കാര്യം അവർക്ക് തന്നെ നാളെ തോന്നണ്ട നമ്മൾ തെറ്റായ ഒരു പ്രൊമോഷൻ കൊടുത്തു, തെറ്റായ ഒരു ടീസർ കൊടുത്തു, ട്രെയിലർ കൊടുത്തു, അവരെ വഞ്ചിക്കാൻ ശ്രമിച്ചു. വേണ്ട, അവരുടെ 150 രൂപയ്ക്ക് നമ്മൾ 100% വളരെ മൂല്യം കൽപ്പിക്കുന്നുണ്ട്. അമൂല്യമായിട്ട് തന്നെ അതിനെ കാണുന്നുണ്ട്. ആ 150 രൂപ നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ കയ്യിലോട്ട് എത്തുമ്പോൾ അത് 100% അവർ
അത് തൃപ്തിയോടെ തന്നെ തരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. തീർച്ചയാണ് തരുന്നവർ തീർച്ചയാണ്. ഈ പരീക്ഷണ ചിത്രങ്ങൾ കാലഘട്ടം ലിജോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ സിനിമ കഥാനായകൻ ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഈ സിനിമ കണ്ടു കഴിയുമ്പം ആ ലിജോ ചേട്ടനിലേക്കൊക്കെ പോകും എന്ന് പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊക്കെ അന്നൊക്കെ ലിജോ ചേട്ടൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ ഒരു വിമർശനങ്ങളുണ്ടായി. പിന്നീട് ഒരു ക്ലാസിക് ചിത്രങ്ങൾ എന്ന് പറഞ്ഞു. പരീക്ഷണ കാലഘട്ടമാണ് പുള്ളി എടുത്തത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ സിനിമ എത്തി ഇപ്പോൾ വരുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. എനിക്ക് നായകൻ എന്ന് പറഞ്ഞ സിനിമയും സിറ്റി ഓഫ് ഗോഡ് എന്നൊരു സിനിമയും ഒക്കെ വളരെ ഫേവറേറ്റ് സിനിമകളാണ്. അതൊന്നും തിയേറ്ററുകളിൽ അത്രയും ചലനം സൃഷ്ടിച്ച സിനിമകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് മലയാള സിനിമ ഭയങ്കര ഒരു ഇതൊക്കെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഷോട്ട്, ബിഗ് ബി വന്നപ്പോൾ എന്തായിരുന്നു ഒരു ഷോട്ട് നമ്മളെ ഞെട്ടിക്കുന്ന, അതൊക്കെ ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ. അപ്പം പിന്നെ ഒരു ആമീൻ വരേണ്ടി വന്നു. അത് പൂർണ്ണമായും ഒരു ആക്സെപ്റ്റൻസ് വരാനല്ല, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ അംഗീകരിക്കുന്നതും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ആ ലിബേർട്ടി കൊടുക്കുന്നൊരു സമയം. തീർച്ചയായിട്ടും ഞാൻ സാജൻ ബേക്കറി ചെയ്യുന്ന സമയത്തും സായാഹ്ന വാർത്തകൾ ചെയ്യുന്ന സമയത്തൊക്കെ അരുൺ ചന്തുവിൽ ഇതിനു മുന്നേ 10-12 വർഷമായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദമാണ്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടല്ലോ, അതൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ വിഷൻ വെച്ചിട്ട് അദ്ദേഹം വളരെ കേപ്പബിളാണ് പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഗഗനചാരിയിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരു കാര്യം അദ്ദേഹത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത്, സാജൻ ബേക്കറി എന്ന സിനിമയുടെ ഒരു ആക്സെപ്റ്റൻസ് അത്രയും ഇല്ലാതിരുന്ന സമയത്ത്, പ്രേക്ഷകർ അതിനെ തിരസ്കരിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ എക്സ്പെരിമെൻ്റായിട്ട് പുള്ളി വരുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. കാര്യം സ്വയം ആദ്യം അവനവനെ തന്നെ വിശ്വസിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് മറ്റുള്ളവർ അവനെ വിശ്വസിച്ച് തുടങ്ങുള്ളൂ. അപ്പം അത് എനിക്ക് വളരെ, ഞാൻ അവനിലുള്ള അവൻ്റെ വിശ്വാസത്തെ ഞാൻ ഇന്നല്ല ഞാൻ മുന്നേ വിശ്വസിക്കുന്നു, ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു LJPയുടെ സിനിമകൾ നമ്മൾ കണ്ടു വളർന്നവരാണ്. നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. എല്ലാവർക്കും ഈ പറഞ്ഞാൽ അജു പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഒരു സംസാരം എനിക്ക് ഈ സിനിമ കണ്ടപ്പം എനിക്ക് അത്തരം സിനിമകൾ എനിക്ക് തോന്നി. ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു, അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ഒത്തിരി സിനിമകളുണ്ടല്ലേ, എത്രയോ സിനിമകൾ പരിചയപ്പെടുന്നത്, എത്ര വിമർശനം കേട്ടിട്ടുണ്ട് അദ്ദേഹം. ആ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്ക് ഈ സിനിമയെ കൊണ്ടുപോകുന്നു എനിക്ക് സ്വയം തോന്നിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വെച്ച് നോക്കും. ആ ഒരു രീതി, ആ ഒരു മൂഡിലേക്ക് വന്നപ്പോൾ എന്താണ് തോന്നിയത്? നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ലിയോ സാർ നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഇന്ത്യ സിനിമകൾ എടുക്കുന്ന ആൾക്കാർക്ക് ബേസിക്കലി അദ്ദേഹം ഒരു, നമ്മളൊക്കെ പേഴ്സണലി ഞാൻ എല്ലാ സിനിമകളും ലിയോ സാറിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ LGPV ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ മലയാള സിനിമയുടെ ഭയങ്കര ഒരു പുതിയ വഴി വെട്ടി തുറന്നു വന്ന ആളാണ്, ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിതിനകത്ത് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുള്ള ഒരാളാണ് കൃഷാന്ത് ഏട്ടൻ. അപ്പം പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് അങ്ങനത്തെ രീതിയിലൊരു ടോർച്ച് ബെയറായിട്ട് എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. ആവാസവ്യൂഹം എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഓക്കെ ഇതിനൂടെ ഒരു ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പൂർണ്ണമായിട്ട് നമ്മളെ ഒരു പുതിയതായിട്ടുള്ളൊരു പ്രേക്ഷകനെ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആവാസവ്യൂഹം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് സോണി ലൈവിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ജസ്റ്റ് ഒരു OTTയുടെ ഒരു ബൂം വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഫിലിം മേക്കേഴ്സിനെ പുതുതായിട്ട് മലയാളികൾ എക്സ്പ്ലോർ ചെയ്യുവാണ്. അപ്പം ആ രീതിയിൽ ലിയോ സാറിൻ്റെയും അല്ലെങ്കിൽ കൃഷ്ണദേട്ടൻ്റെ ഒക്കെ ഒരു ലീനേജിനെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഫിലിം മേക്കേഴ്സ് ഇനി വരാതിരിക്കുന്നുള്ളൂ. ചിലപ്പോൾ അതിലൊരാളായിരിക്കാം ഞാൻ. അപ്പോൾ അങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും, ബാക്കി പറഞ്ഞോളൂ. അങ്ങനെ കൃഷ്ണദേട്ടൻ അത് നമ്മുടെ കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനെ നമ്മൾ നോക്കി കാണുന്നത് തന്നെ ഈ സിനിമകൾക്ക് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വഴിവിട്ട് തുറന്നു തന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ ലിയോ സാറിനെയും കൃഷ്ണദേട്ടനെയും കാണുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞാലും അങ്ങനത്തെ തന്നെ ആൾക്കാർ വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ജോണ്ടർ എന്ന് പറയുന്ന മലയാള സിനിമയിൽ അറ്റംപ്റ്റ് ചെയ്തത് വളരെ കുറവാണ്. കാരണം അങ്ങനത്തെ ഒരു മുഖ്യധാര സിനിമയുടെ ഒരു ചൂട് പിടിച്ച് പോകുന്ന ഒരു ജോണ്ടർ അല്ല ബേസിക്കലി അത്. പക്ഷേ എന്നാൽ അത് കാണാൻ താല്പര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഇപ്പോൾ ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോഴൊക്കെ നമുക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ ആ ജനതയും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ അവർ ബേസിക്കലി തിയേറ്ററിൽ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ അതിനകത്തൊരു മെയിൻ ഉദ്ദേശം തന്നെ. അപ്പം OTT ആയിട്ട് ഇതിനെ ആലോചിച്ച സമയത്ത് നമ്മൾ വിചാരിച്ചത് അങ്ങനത്തെ ആൾക്കാരിലേക്ക് തന്നെ കേറ്റർ ചെയ്യാമെന്നായിരുന്നു. പക്ഷേ തിയേറ്ററിൽ നമ്മളിത് ആദ്യമായിട്ട് പോയി കണ്ടപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസും അതിൻ്റെ ഓഡിയോയും ഒക്കെ നമ്മൾ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ ഇത് തിയേറ്ററിലേക്ക് ഇത് കേറ്റർ ചെയ്യാം. തിയേറ്ററിൽ ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, CGയും VFXും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഇപ്പം ഫസ്റ്റിൽ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂ പറഞ്ഞല്ലോ, അടുത്ത 5 വർഷത്തേക്ക് മലയാള സിനിമയിൽ എന്തും ചെയ്യാം, എന്തും ആലോചിക്കാം. അപ്പോൾ അതൊരു നമ്മൾ 85 എന്ന് പറഞ്ഞൊരു സുവർണ്ണ കാലഘട്ടമായി പറയുന്ന പോലെ മലയാള സിനിമയ്ക്ക് ഇനി അടുത്തൊരു ഇതുപോലത്തെ കുറേ എക്സ്പെരിമെൻറ്റ്സും കുറേ ടൈപ്പ് ഓഫ് പുതിയ ഓഡിയൻസ് സൃഷ്ടിക്കാൻ പോകുന്നൊരു
വലിയൊരു ഫേസ് ആണെന്ന് തോന്നുന്നത്. ഈ ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു ട്രോളാണോ ഇത്? ഹോളിവുഡ് സിനിമയ്ക്ക് ട്രോളല്ല, പക്ഷേ അവിടെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഈ ട്രോള് ശരിക്കും എൻജോയ് ചെയ്യണമെന്ന് തോന്നിയായിരിക്കും. എല്ലാവരും എനിക്ക് ഒത്തിരി കിട്ടാറുണ്ടല്ലോ, അതുകൊണ്ടാ. നമുക്കൊക്കെ അതെ അതെ. ട്രോള് രസമല്ല. ഗൂഗിളിന് കുറവ് കിട്ടാറുണ്ടോ? ട്രോളിനെ അതിന്റെ രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്ത് വിടുന്നുണ്ടോ? അതാണ് വേണ്ടത്. നമ്മൾ കാണുക, രസിക്കുക, ചിരിക്കുക. അപ്പോഴും നമ്മൾ ഓർക്കുന്നു, നമ്മൾ ചിന്തിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സാധനത്തിൽ നമ്മൾ മാറ്റം വരുത്താനും ശ്രമിക്കണം. അത് കൃത്യം, അത് വേണം, അതും കൂടെ വേണം. അവർ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ. അതെ, കാര്യമുണ്ടെങ്കിൽ. ഞാൻ ചോദിച്ചത് അതുകൊണ്ട്. അങ്ങനെ എനിക്കങ്ങനെ തോന്നി, ഒരു ചെറിയ ട്രോള് എന്നെനിക്ക് ഫീൽ ചെയ്തു. അല്ല, നമ്മൾ ഈ എല്ലാ തവണയും സിനിമയിൽ, ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ കാണുന്ന ന്യൂയോർക്കിൽ ഏലിയൻസ് വരുന്നതല്ലേ കാണുന്നത്. ഇവിടെ നമുക്ക് പത്തനംതിട്ടയിലും അല്ലെങ്കിൽ കൊച്ചിയിലും വരാമെന്നും കൂടെ നമ്മൾ കാണിക്കുകയാണ്. ഏലിയൻസിനെ അവിടെ നിന്ന് മേളിൽ നോക്കുമ്പോൾ എന്ത് ന്യൂയോർക്ക്, എന്ത് ആറന്മുള അല്ലേ? അതെ അതെ, ശരിയാണ് ശരിയാണ്. അതത് നമുക്ക് എനിക്ക് ഈ സിനിമയുടെ പിന്നെ എനിക്ക് ഗൂഗിളിൻ്റെ അടുത്ത് ഗൂഗിളിൻ്റെ ഈ കഥാപാത്രത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും എനിക്ക് തോന്നിയ ചർച്ചയാട്ടോ ബീഫ്. എനിക്ക് ഭയങ്കരമായിട്ട് അതിനി സിനിമ ഇറങ്ങി മറ്റ് പ്രേക്ഷകരും ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് ബീഫ് നിരോധനം. ഉറപ്പാണ്, മാറ്റമില്ല. പിന്നീട് പുതിയ കാലഘട്ടത്തിലേക്ക് നമുക്ക് അതിനുവേണ്ടി മറ്റൊരു മൃഗത്തെയൊക്കെ സ്വപ്നം കണ്ട് വരുന്നു. ആ ഒരു സീൻ എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഗൂഗിൾ? എനിക്ക് ഉദ്ദേശിച്ചത് മനസ്സിലായി. ഇല്ല, അങ്ങനത്തെ ഒരു ചിന്ത, അങ്ങനത്തെ സമയത്ത് ഇത് കാര്യം പുള്ളിയുടെ മനസ്സിലാണല്ലോ ഇതിന്റെ ആക്ച്വൽ ധാരണ. ഷോർട്ട് ചേട്ടാ കഥ സിനിമ കാണുമ്പം നമ്മളത് കൃത്യമായിട്ട് ക്യാരക്ടറൈസേഷനും അല്ലെങ്കിൽ അതിന്റെ കഥ ഒക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പോണു. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഉച്ചയ്ക്ക് മുന്നേ ഈ ഷോട്ട് എടുത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു 2 കട്ടെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി മുകളിൽ താഴത്തെ ഫ്ലോറിൽ പോയിട്ട് പ്രമോഡ് ഒരു 2 കട്ടെടുത്തു. അവിടെ ലൈറ്റപ്പ് എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഓർഡർ ഷൂട്ട് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഭയങ്കര അതിനോടൊന്നും അങ്ങനെ ശ്രദ്ധ പുലർത്താൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഒതുക്കത്തിൽ ആ സമയത്ത് ചന്തു അങ്ങ് എടുത്ത് വിട്ടു, ഗോകുലിനെ വെച്ച്. പക്ഷെ മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞതും. അതിപ്പം പറഞ്ഞോണ്ടെന്താ, അതിനൊരു നർമ്മം കൂടുതൽ അതിന് ഫീൽ ചെയ്യാമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്ന്. അതാണല്ലോ നമ്മൾ അവിടെ ചെന്ന് അഭിനയിക്കുമ്പോൾ ഇല്ല, അത് അവിടെ ചെല്ലുമ്പോൾ അല്ലെന്നാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോൾ ഗൂഗിളിൻ്റെ പ്രയോറിറ്റീസോ ഒരു പരിധി കൂടുതൽ പുഷ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു. അത് ഗൂഗിളിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഇപ്പം പറഞ്ഞല്ലോ ആ ഒരു മിടുക്കാട്ടോ ഇവിടെ. അത് അങ്ങനെയും കൂടിയല്ല, അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ ആർട്ടിസ്റ്റുകൾക്ക് ഈ രീതിയിലുള്ള ഇൻഹിബിഷൻസോ അല്ലെങ്കിൽ വാശികളോ ഇല്ലെന്നുള്ളതാണ്. വൺസ് അവർ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യാന്നുള്ളതാണ്. വൺസ് അവർ അതിൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അവർ യാതൊരു രീതിയിലും ഒരു തടസ്സം നിൽക്കുമോ അല്ലെങ്കിൽ ഇതിന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലത്തെ അങ്ങനത്തെ ചോദ്യം പറച്ചിലുകളൊന്നും ഇല്ല. അതിപ്പം ഈവൻ ഗോകുലും കണ്ടു, സുരേഷ് ഗോപി സാറും ഈ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. സാറും മൂവി കണ്ടിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇവരൊന്നും നമുക്ക് ആ രീതിയിൽ നോക്കിക്കാണാൻ പോലും പറ്റില്ല. അവരെത്രത്തോളം ഇതിനൊക്കെ മുമ്പുള്ള എത്രയോ അങ്ങനത്തെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മേ ബി കാര്യങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഡെയറിങ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സോ നടത്തിയിട്ടുള്ള ടെക്നീഷ്യൻസാണ് അവരൊക്കെ. അപ്പം ആ രീതിയിലൊന്നും ഒരു പ്രശ്നമേ ഞാൻ സത്യം പറഞ്ഞാൽ ഗണേശ് സാറിൻ്റെ സൈഡിൽ നിന്നോ ഗോകുലിൻ്റെ സൈഡിൽ നിന്നോ എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാനത് ചോദിക്കാൻ കാരണം ഗോകുൽ അഭിനയിച്ചതുകൊണ്ട്, ഗോകുൽ തന്നെ അതിൽ ചെയ്തതുകൊണ്ട് അത് രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴി മാറും എന്ന് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആട്ടോ. മറ്റുള്ളവരെങ്ങനെയാണ്, പക്ഷെ നമ്മളതിലെ തമാശയാണ്. അതെ, കോമഡി ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. നല്ല രീതിക്ക് തമാശയായിട്ട് വർക്കൗട്ട്. ഒരു വേൾഡ് ബിൽഡിങ്ങിന്റെ ഗഗനചാരിയുടെ ആ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഇതും. ഭക്ഷണം, വസ്ത്രം, ഇതിനുള്ള ഷോർട്ടേജ്, അതെ, അതിന്റെ രാഷ്ട്രീയങ്ങള്, മനുഷ്യന്റെ അവസ്ഥ, അതൊരു മനുഷ്യന്റെ ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണ്. അതിനകത്ത് ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനത്തെ ഒരു രീതിയിലുള്ളതല്ല, നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ അവിടെ കൂടുതൽ സംസാരിച്ചത്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഗോകുലിന്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിയെന്ന്. ഗോകുൽ അത് നൈസായിട്ട് പറഞ്ഞു പോയി, അജു സപ്പോർട്ട് ചെയ്ത് ഓക്കെ, ഞാൻ ഹാപ്പിയാണ് അതിനകത്ത്. ഗഗനചാരിയിലും ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയം ആ ഒരു രീതിയിൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്നത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല അത് കാണിക്കുന്നത്. ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ 300 സിനിമയിലെ സേർക്സിന്റെ വരെ റെഫറൻസ് മെയിൻ ലീഡറിന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞു 2048-3 നടക്കുന്ന ഒരു കഥയാണ്. അന്ന് എന്താ സംഭവിക്കും നമുക്ക് ഇന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അന്ന് നടന്നേക്കാവുന്ന എന്നൊക്കെ പറഞ്ഞ് കോവിഡിന്റെ സമയത്ത് ഇരുന്ന് സായി ശിവയും അരുണും കൂടെ ഉണ്ടാക്കിയ ഒരു ഫിക്ഷൻ ഇത്ര ഉള്ളത്. കോവിഡ് സമയത്ത് ചിന്തിക്കാൻ ഒത്തിരി സമയമുണ്ട്. കറക്റ്റ്. ഒരു പണി ഇല്ലാതിരിക്കുമ്പോൾ പണിയില്ല, പല രീതിക്ക് ചിന്തിച്ചു പോവാം. ആ കോവിഡ് സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് ഈ ബീഫ് നിരോധനമൊക്കെ വന്ന സമയം കൂടെയാണ്. അതെ.
അതെ, ആ അപ്പോൾ സത്യം നമ്മളിപ്പോൾ പേപ്പർ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോകുമ്പോൾ തിരക്കഥയ്ക്ക് വേണ്ട ഇൻപുട്സ് കിട്ടുന്നത് ആ ഒരു സമയത്താണ് ലക്ഷദ്വീപ് വിരോധം വലിയ വിവാദമാവുന്നു, ഇതെല്ലാം കൂടെ കറക്റ്റ് ക്യാച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഗോകുലിൻ്റെ അഭിനയത്തിൽ എനിക്കത് ഞാൻ പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയമായിട്ട് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ അഭിനയത്തിൽ അതിൽ നമുക്ക് രസിച്ച് പോകാൻ പറ്റുന്നുണ്ട്. അവിടെയാണ് ഉദ്ദേശം അത് തന്നെ. അതാണ് ഉദ്ദേശം. അത് ആ ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഞാനൊന്ന് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ട് പോകാൻ പറ്റിയെങ്കിൽ സന്തോഷം. തിരിച്ച് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയതിൽ സന്തോഷം. കണ്ണൻ്റെ കയ്യിൽ നിന്ന്. അല്ല, ഈ സിനിമകളെല്ലാം എല്ലാ സിനിമകളും ഏത് സിനിമ എടുത്താൽ രാഷ്ട്രീയം പറയുന്നുണ്ടല്ലേ, പച്ചയായ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് വേറെ രീതിക്ക് പറഞ്ഞു വന്ന ഒരു റൂട്ടായിരിക്കും സിനിമയുടെ രാഷ്ട്രീയം. എത്രയോ സിനിമകൾ നമ്മൾ പണ്ട് തൊട്ട് സന്ദേശം ഉൾപ്പെടെ നോക്കിയാൽ മതിയല്ലോ നമുക്ക്. ആ സിനിമകളും രാഷ്ട്രീയം പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ പറയേണ്ട രീതിക്ക് പറഞ്ഞാൽ അത് ഗംഭീരമായിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ചെയ്യാനും കഴിഞ്ഞാൽ അതിൻ്റെ വിജയം വേറെയുമാണ്. ഞാൻ കാണുന്ന കാഴ്ചപ്പാട് അതാണ്. അങ്ങനെയല്ല വരാറുള്ളത്. എനിക്ക് സിനിമ എൻ്റർടൈൻമെൻറ്റേ ഉള്ളൂ ചേട്ടാ. ഈ പറയുന്ന കൊടുക്കുന്ന കാശിന് ഒന്നെങ്കിൽ എൻഗേജ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ഓർ എൻഗേജ്മെൻറ്റ്, ഒരു ത്രില്ലടിപ്പിക്കുക, അല്ലെങ്കിൽ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇമോഷണലി ടച്ച് ചെയ്യുക, തിരിച്ചിറങ്ങുമ്പം അതവിടെ ഒരു കുറച്ച് ദിവസം ചർച്ച ചെയ്യാം, ഒരു വിനോദം കഴിച്ചു, അത്രേ ഉള്ളൂ. അതിന് ഈ അടുത്ത് ഫാദിക്ക പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സീരിയസ് ആയിട്ട് കാണുന്നത് ശരിക്കും സിനിമയിൽ പ്രവർത്തിക്കുന്നവരോ നാളെ സിനിമയിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഡേ ടു ഡേ ലൈഫിൻ്റെ ചിന്തകളായിട്ട് പോകുന്നവർ സിനിമയ്ക്ക് അധികം ഒരു എൻ്റർടൈൻമെൻറ്റ് എൻഗേജ്മെൻറ്റിനേക്കാൾ ഉപരി പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഉണ്ടെന്ന് അവരുടെ ജീവിതത്തിൽ സിനിമയ്ക്ക് അത് ഉണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നുമില്ല. നമ്മുടെ സാധനങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അതെ അതെ അതെ, ഒരു ആസ്വദിപ്പിക്കുക, പോവുക. അജു, ഞാൻ പറഞ്ഞോളൂ, നേരത്തെ പറഞ്ഞോളൂ, എനിക്ക് അജുവിനെ ഈ സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പഴയ അജുവിനെ എനിക്ക് അജു എവിടെയും പോയിട്ടില്ല, എനിക്ക് ആ ഒരു ഫീല് ശരിക്കും ഉണ്ടായി എന്നുള്ളതാണ്. അജു ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ എനിക്ക് ആ ഒരു ഫീൽ ശരിക്കും അജുവിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനാർക്കലി വേറെ രീതിയിലേക്ക് എത്തിക്കാൻ എന്തായാലും ഈ സംവിധാനങ്ങളുണ്ട്. അജു എങ്ങനെയാണ് അജുവിന് എപ്പോഴും അത്തരം ഒരു കഥാപാത്രം കിട്ടുന്നത് തന്നെയല്ലേ എപ്പോഴും ഇഷ്ടം? ഇല്ല, അത് ഡിപ്പെൻഡ് ചെയ്യും ചേട്ടാ. കാര്യം ഈ ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്കും നമ്മളുടെ ഒരു മൈൻഡിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഒരു റോള് ചെയ്യുമ്പോൾ. ചിലപ്പോൾ ശാരീരികമായി നമ്മൾക്ക് ആ ലുക്ക് ഓക്കെ ആയിരിക്കും, മനസ്സുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കില്ല. അപ്പോൾ എനിക്ക് ഒരു പരിധിവരെ മാനസികമായി ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി. കുറച്ചും കൂടി മെച്ചുവേർഡ്, അല്ലെങ്കിൽ കുറച്ചും കൂടി വേറൊരു രീതിയിലുള്ള ഹ്യൂമർ, ഇതിലെ തെറിച്ച് നടക്കുന്ന ഇന്നിപ്പോൾ ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ചിലപ്പം താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പം അത് എല്ലാവർക്കും അങ്ങനെയല്ല കേട്ടോ, എൻ്റെ കാര്യമാണ് പറയാൻ. പക്ഷേ ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ചെയ്ത് പറഞ്ഞ അഭിപ്രായം ഇതാണ്, കാണാൻ മുന്നോട്ടും താല്പര്യമുണ്ടെന്ന്. പക്ഷേ നല്ലത് ചെയ്തതല്ലാത്തത്, പുതുമയുള്ളത്, എനിക്ക് ചെയ്തിട്ടുള്ളത് പോലത്തെ അല്ലാത്തത് വന്നാൽ തീർച്ചയായിട്ടും അതിനെ മോശമാക്കാതെ ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വന്നാൽ ഞാൻ നോ പറയില്ല. കാര്യം തീർച്ചയായിട്ടും വരുമാന മാർഗമാണ്, ജീവിത മാർഗമാണ്, ചെയ്യും. അത് കൃത്യമാണ്. എന്തായാലും രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കാം. ഞാൻ ഇരുന്നിട്ടൊന്നും ചോദിച്ചില്ല എന്ന് ഇനി പ്രേക്ഷകർക്ക് ഗോകുലിൽ ചിരി തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ മന്ത്രിയായി, ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന മുഹൂർത്തമായിരുന്നു സത്യപ്രതിജ്ഞ ദിവസം. ഞാൻ വിളിച്ചിരുന്നു, അച്ഛനെ വിളിച്ചിരുന്നു, യാത്ര ചെയ്യുന്ന. അതായത് ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാനിപ്പോൾ അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ ഡോക്ടറും ഇദ്ദേഹം കമ്പൗണ്ടറുമാണ്. എൻ്റെ കൂടെയാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ആ ദിവസം രാത്രി ഇദ്ദേഹം ഫുൾ ടൈം ആ ലൈവിൽ അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി എക്സൈറ്റഡ് ആയിരുന്നു. നേരത്തെ തന്നെ ആണെങ്കിലും അതിൻ്റെ ദൃക്സാക്ഷിയാണ്. ചേട്ടനും ഒരു ബയസും കൂടാതെ അച്ഛനൊപ്പം നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. ഞാൻ ഒരു കലാകാരനെ കണ്ടിട്ടുള്ളൂ, ഒരു നന്മയുള്ള മനുഷ്യനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് രാഷ്ട്രീയമുണ്ട്, അജുവിനുണ്ട്, എല്ലാവരും. രാഷ്ട്രീയക്കാരനായിട്ടല്ല ഞാൻ ഒരിക്കലും അച്ഛനെ കണ്ടിരിക്കുന്നത്. ഞാൻ ഓപ്പണായിട്ട് ഞാൻ സുരേഷാണ്, ഞങ്ങൾ ദുബായിലൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്താണ് സിനിമയുടെ പ്രൊമോഷൻ. ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ രാഷ്ട്രീയം പറയും. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്ന ഒരു മനുഷ്യല്ല, നന്മയുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ എൻ്റെ പേഴ്സണലി കണ്ടിട്ടുള്ളൂ. അങ്ങനെ സാധിച്ചു. നമ്മൾ ജയറാമേട്ടൻ്റെ മക്കളുടെ കല്യാണത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചാണ് അല്ലേ, നമ്മൾ അച്ഛൻ്റെ വിജയത്തെ ഞാൻ ആ വിജയം ഉണ്ടാവുന്ന ഉറപ്പും. ഗോകുൽ അങ്ങനെയൊന്നുമല്ല കാണുന്ന ഒരു വീക്ഷണം. എൻ്റെ അച്ഛൻ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ അച്ഛൻ്റെ വിജയം ആഘോഷങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾക്ക് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. അത് അമ്മ അവിടെ ബൈറ്റിൽ പറയുന്നത് ഒന്നും പറയാൻ അറിയില്ല എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ അതെ, ഞങ്ങളിപ്പോൾ ഇത് പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചാൽ
തീർച്ചയായിട്ടും ഇതിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങൾ തന്നെ വിധി എഴുതി. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം അല്ലാതെ എന്താ ഇപ്പം ഈ നന്മയുടെ കാര്യം പറഞ്ഞില്ല, എല്ലാവർക്കും ഉള്ളിൽ അത് ഉണ്ടായാൽ മതി. തികഞ്ഞ രാഷ്ട്രീയക്കാർക്കും അത് ഒരു പരിധി കൂടുതൽ നന്മ മിമിക്രി യൂണിയനിൽ അച്ഛൻ ഇപ്പോഴും പൈസ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു സിനിമയിൽ നിന്ന് കിട്ടിയാൽ അപ്പോൾ 2 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആര് ചെയ്യും? അച്ഛനേക്കാളും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്ക് പൈസ കിട്ടിയാൽ ആ കൊടുക്കാന്നുള്ള വാക്ക് ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏക വ്യക്തി സുരേഷ് ഗോപി എന്നുള്ള നന്മയുള്ള മനുഷ്യൻ തന്നെയാണ്. ഞാൻ എവിടെയും പറയും, എനിക്ക് അനുഭവമുണ്ട്, ഞാൻ അവിടെ പോകാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു കാലയളവ് വരെ അച്ഛനത് ചെയ്യുന്നതൊന്നും ഡിസ്കസ് ചെയ്യത്ത് പോലും ഇല്ലായിരുന്നു. പിന്നീട് ഏതോ ഒരു കാലയളവിൽ അച്ഛനൊന്നും ചെയ്യുന്നില്ല എന്നുള്ള മട്ടിൽ കുറേ സംസാരമൊക്കെ മാധ്യമങ്ങളിലൊക്കെ വരുമ്പോഴാണ് എപ്പോഴോ എവിടെ നിന്നൊക്കെ അച്ഛൻ ചെയ്തത് ആരൊക്കെയോ പൊക്കിക്കൊണ്ട് വന്നതും പിന്നീട് ഒരു ഫ്ലോ അറിയാമല്ലോ, അതിനനുസരിച്ച് ഇപ്പോൾ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പം കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും വരുമല്ലോ. അവരിങ്ങനെ സ്കാറ്റേഡായിട്ട് ഇട്ട് പോയി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കുറേ ആൾക്കാർ കണ്ട് പിന്നീട് അതിൽ കുറച്ചുകൂടെ ആൾക്കാർ വിശ്വസിച്ച് കുറച്ചും കൂടെ അച്ഛൻ പിന്നെ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് വെളിയിൽ വരാൻ തുടങ്ങി. അതിൽ നിന്ന് കുറച്ചും കൂടെ ഈ ഒരു പ്രോസസ്സ് എടുത്തു. 10-30 കൊല്ലം നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരാൾക്ക് പോലും ഇത്ര നാളെടുത്തു. അല്ല, അത് ഒരു ടൈമാണ്. ടൈം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഗൂഗിളിനൊക്കെ വിഷമിപ്പിച്ചിരിക്കുന്ന അച്ഛനെതിരെ കുറേ ട്രോളുകളായിട്ടും കുറേ മീഡിയാസ്, ഞാൻ ഉൾപ്പെടെ മീഡിയാസ് എന്ന് പറയാം, മീഡിയാസ് എല്ലാം ഞാൻ ഒരുമിച്ച് തന്നെ കാണും, ഞാൻ വേറെ മറ്റില്ല, കുറച്ച് വേണ്ടാത്ത കാര്യങ്ങൾ എഴുതുന്നു, ഇത് ചിന്തിക്കാത്ത കാര്യങ്ങൾ, അതൊക്കെ ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ? 100%. അവർ തിരുത്താൻ തയ്യാറാകണ്ടേ? എനിക്ക് തോന്നുന്നു അവർ എല്ലാം സർക്കംസ്റ്റാൻസ് അനുസരിച്ചാന്ന് തോന്നുന്നു ഈ തിരുത്തും ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളെ വലിയ നമുക്ക് ഇപ്പോൾ പുള്ളിയെ ദ്രോഹിച്ചാലും കുഴപ്പമില്ല എന്ന് തോന്നുമ്പോൾ പുള്ളിയിട്ടങ്ങ് ദ്രോഹിക്കും. കുറച്ച് കഴിയുമ്പോൾ പുള്ളിയെ ദ്രോഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിക്കുമ്പോൾ അത് നിർത്തും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലോട്ട് ഓരോരുത്തർ എത്തുമ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ ഗണേഷ് സാറിൻ്റെ ഇതിലായാലും അച്ഛൻ്റെ ഇതിലായാലും എല്ലാം അങ്ങനെ തന്നെ. ഒരു പരിധി കൂടുതൽ അവരെ ടോർമെൻറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത സ്റ്റേജിൽ അവരെത്തുമ്പോൾ പിന്നെ അവർ ഈ പറഞ്ഞ റോക്കി ബായ് ആയി മാറുന്നതാണ്. ഇലക്ഷൻ റിസൾട്ട് കൗണ്ട് ചെയ്യുന്ന ദിവസം ആദ്യം എതിർത്ത് സംസാരിക്കുന്ന ചാനലുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒരു വേവ്. പിന്നെ ജയം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി സപ്പോർട്ട് എന്നുള്ള രീതിക്കായി മാറി. പിന്നെ ഈ പദവിയുടെ എന്തോ ഞാൻ പിന്നെ അധികം എന്തോ വീണ്ടും എന്നാ തിരിച്ച് അതൊക്കെ ഭയങ്കര അല്ല, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഭയങ്കര കാണുമ്പോൾ നമുക്ക് ചിരി വരും. റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറേണ്ട ഒരു ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്ന പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ. അവർ സത്യസന്ധമായുള്ളൊരു റിഫ്ലക്ഷൻ കാണിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1% പോലും അവർ ന്യൂസ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അറ്റൻഷൻ ഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അവർക്കിവിടെ വ്യക്തവും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള വാർത്തകൾ കൊടുത്താൽ അവർക്കിവിടെ പ്രേക്ഷകരുണ്ട്. അവർക്ക് യൂട്യൂബിലെ വ്യൂസ് കുറയത്തില്ല. അവർക്ക് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ TRPയിലൂടെയും അവർക്ക് ഓഡിയൻസസ് ഉണ്ടാവും. പക്ഷേ അതിനെ റോങ് രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നതിനോട് മാത്രമാണ് എല്ലാവർക്കും, എനിക്കെന്ന് മാത്രമല്ല ഇതിന് ഇരകളാവുന്ന എല്ലാവർക്കും ഉള്ള വിയോജിപ്പതാണ്. ഇരകളാവാത്തവർക്ക് ഒരിക്കലും ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അത് അത്ര സുഖകരമായ കാര്യമല്ല. അതെ അതെ അതെ. അച്ഛൻ പൊതുവേ തന്നെ വീട്ടിലുള്ള യാത്രയാണ് അന്നും ഇന്നും. ഇനി മന്ത്രിയും കൂടെ ആവുകയാണ്, ഇനി അച്ഛനെ കിട്ടുന്നത് കുറവാവും. എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ്. അച്ഛൻ്റെ ഈ ഷിയർ വിൽ ആൻഡ് കമ്മിറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ ജോൺ വിക്ക് ആ ക്യാരക്ടറിനോട് ഞാൻ പ്ലേസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അച്ഛൻ്റെ ഭയങ്കര ഷിയർ വില്ല, കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടുകാർ സഹിതം എന്തിനാ വെച്ചാൽ ഇങ്ങനെയെന്ന് അങ്ങനെ പറയില്ല, എന്നാലും ആ ഒരു ടോണിലോട്ട് ഞങ്ങൾ എത്തുമ്പോൾ വരെയും അച്ഛൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് അച്ഛന് സാധിക്കുന്നുള്ള ഇത്രയും പെയിൻ അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കുക. രാഷ്ട്രീയം മാറ്റി നിർത്തി, പൂർണ്ണമായിട്ട് രാഷ്ട്രീയം മാറ്റി നിർത്തി. ഞാൻ അത് പറയാൻ കാര്യം കോൺട്രവേഴ്സി ഭയന്നല്ല, എനിക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് എന്താ പറയുക, എന്ത് പൊളിറ്റിക്സാ ജീവിതത്തിലെ രാഷ്ട്രീയങ്ങളല്ല, പാർട്ടി പൊളിറ്റിക്സ്. സുരേഷ് ഏട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ, പാർവതി ചേച്ചി എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം അത്യാവശ്യം ഫേസ്ബുക്കിൽ പോപ്പുലറായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ
ഡ്രീംസ് പറഞ്ഞപ്പോൾ ഓസ്കാറോ അല്ലെങ്കിൽ നാഷണൽ അവാർഡോ ഒന്നും അല്ല എന്ന് പറഞ്ഞു, പിന്നെ ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും എനിക്ക്, ആ മനുഷ്യൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അതെ അതെ. പിന്നെ ഈ ഒരു വിജയത്തിൽ എനിക്ക് കണ്ടൊരു കാര്യം, 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തത്, ഒന്ന് അസംബ്ലിക്കും ഒന്ന് പാർലമെന്റിനും. ഇത് തേർഡ്. സി, ശ്രമിച്ചാൽ കിട്ടിയിരിക്കും, ശ്രമം തുടരുക. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ചെറിയ എതിർപ്പൊന്നും അല്ലല്ലോ ഉണ്ടായിരുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഒരാളുടെ സ്വയം വിശ്വാസത്തിൽ, നേരത്തെ പറഞ്ഞേ ചന്തുവിൽ ഞാൻ കണ്ട കാര്യം, സ്വന്തമായിട്ട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചാൽ കിട്ടും എന്നുള്ള യൂണിവേഴ്സൽ ഒരു ട്രൂത്ത് ഉണ്ടല്ലോ, ഒരു സത്യം. അത് നമ്മുടെ മുന്നിൽ ഇപ്പം നടന്ന് കണ്ടേക്കുക. അതുകൊണ്ട് സ്വയം ജീവിതത്തിൽ ആർക്കെങ്കിലുമൊക്കെ രക്ഷപ്പെടണം എന്ന് ഭയങ്കര കൊതിയുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്ത് മാത്രം നിൽക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുക. അതെ, അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടുകയും ചെയ്യും. വേണമെങ്കിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണം ആഗ്രഹമുണ്ട്. എനിക്കത് രണ്ട് പ്രാവശ്യം തോറ്റിട്ടുണ്ടെങ്കിലും ഈ തവണത്തെ ഇലക്ഷനാണ് അച്ഛനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചില മാധ്യമങ്ങൾ, ഞാൻ എടുത്തു പോയി, ചില മാധ്യമങ്ങൾ കരുതിക്കൂട്ടി പല വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനൊക്കെ കണ്ടതാണ്. ഞാൻ ആ സാധനം അങ്ങനെയല്ല എന്ന് തിരുത്തി വാർത്ത ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ തിരുത്തപ്പെടേണ്ട ഒരു മാധ്യമപ്രവർത്തനം. അപ്പം എന്നെ വിളിച്ചത് നിനക്ക് മാധ്യമപ്രവർത്തനം അറിയില്ല എന്ന് കമൻ്റ് ഇട്ടവനും എന്നെ നേരെ സുഡാപ്പിയാക്കിയും വലിയ സുഡാപ്പിക്കാരും ഉണ്ട്. ഞാൻ ഉള്ളത് പറഞ്ഞും കൂടെ പോകുന്നത്, എനിക്ക് അതിനകത്ത് ഭയം. എന്നെ സുഡാപ്പിയാക്കി വരും. ഞാൻ ഇപ്പോഴും എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, സുരേഷിനുണ്ട് രാഷ്ട്രീയമുണ്ട്, ഗോകുലുണ്ട്, എല്ലാവർക്കും, അജുനുണ്ട് രാഷ്ട്രീയം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സുഡാപ്പി ആകണോ, ഞാൻ അല്ലെങ്കിൽ സംഖ്യ ആണോ എന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ എന്നെ പഠിപ്പിക്കാൻ ഇത് കഴിയുമ്പോൾ വരുന്നവർക്കും ഉള്ളൊരു മറുപടിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഓർത്ത് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ അന്നും ഇന്നും പറയും, ഞാൻ സുരേഷ് ചേട്ടൻ്റെ വ്യക്തിയാണ് ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ആക്ടറെയാണ് ഇഷ്ടപ്പെടുന്നത്. അതിനുപരി നന്മയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വിജയം ഇവിടെ ആഘോഷിക്കപ്പെടേണ്ടതാണ്, ആഘോഷിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് സ്ത്രീകളാണ്, അമ്മമാരാണ്, പെങ്ങന്മാരാണെന്ന് എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ അത് ആ രീതിക്ക് ഉപദ്രവം വന്നപ്പോൾ അവരെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചു സുരേഷ് ചേട്ടൻ. ആ വിജയമാണ്. ഇനിയും സുരേഷ് ചേട്ടൻ, എനിക്ക് തോന്നുന്നു ഇനിയുള്ള യാത്ര ഇതിനപ്പുറത്തേക്കായിരിക്കും. കേരളം എന്താണെന്ന് അന്ന് സുരേഷ് ചേട്ടൻ പറഞ്ഞ് ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ തവണ പറഞ്ഞത് എനിക്കവർ തന്നു എന്നാണ് പറഞ്ഞത്. അവിടെയാണ് വ്യത്യാസം. അന്ന് എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഈ തവണ തന്നു. അത് കൊടുത്തിട്ടുണ്ട് ഗോകുൽ. മുന്നോട്ട് പോവുക, ഗംഭീരമായിട്ട് രാഷ്ട്രീയം. അച്ഛൻ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിച്ചങ്ങ് പൊളിക്കുക. അച്ഛൻ്റെ ഇടയ്ക്ക് സിനിമയില്ലാത്ത അവിടെ കൂടെ അഭിനയിച്ചങ്ങ് കൊടുക്കുക. അതെനിക്ക് അത്ര ക്ലിയർ ആയില്ല. സിനിമയിൽ സ്ഥിരമായിട്ട് നിൽക്കാന്ന്, ഗോകുലിൽ നിൽക്കണം. സുരേഷ് ചേട്ടൻ അവിടെ ബിസി ആകുമ്പോൾ സുരേഷ് ചേട്ടൻ ഉണ്ടാക്കണൊക്കെ, സുരേഷ് ചേട്ടൻ എന്ത് കിട്ടിയാലും പോവും, പുറത്തേക്ക് പോകുള്ളൂ, പൈസ വീട്ടിലേക്കൊന്നും വരില്ല. വരുമോ? വരും, പക്ഷെ വളരെ കുറച്ചേ വരുള്ളൂ. 100 കിട്ടിയാൽ 90 അപ്പോൾ 10 കൂടി വരുള്ളൂ. അല്ല, അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു 60-70 പോയിട്ട് ബാക്കി കറക്റ്റ് 30 വരും. ഇനി ഗോകുലിലായിരിക്കണം മൊത്തം. ടാക്സസ് അടയ്ക്കണമല്ലോ. ഓ, അതൊക്കെ ഓർമ്മപ്പെടുത്തി. അതൊക്കെ അടച്ചല്ലേ, ഇനി എന്ത്? എല്ലാം അടച്ചതാ, പക്ഷെ ഇനി അടക്കണ്ടേ? ഇന്നലെ അടച്ചെന്ന് പറഞ്ഞ നാളെ അടക്കണ്ടേ? ഇപ്പൊ എല്ലാം അടയ്ക്കണം. അപ്പൊ തൃശ്ശൂരിലേക്ക് അച്ഛൻ മാറുന്നുണ്ട്, അങ്ങനെ വല്ലതും പറഞ്ഞോ? അച്ഛൻ നേരത്തെ തൊട്ട് ജയിക്കുന്നതിന് മുമ്പ് തൊട്ട് അച്ഛൻ തൃശ്ശൂർ സ്ഥലം നോക്കുന്നുണ്ട്, അങ്ങോട്ട് തന്നെ റീലൊക്കേറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങൾക്ക് അല്ലാതെ ഗുരുവായൂരിൽ ഞങ്ങൾക്ക് ഉണ്ട്, സ്ഥലമുണ്ട്. പക്ഷെ അച്ഛന് തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്നുള്ളത് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ജെന്യൂനായിട്ടാണ്. ഇതിപ്പം ഞാനിന്ന് എൻ്റെ അച്ഛനെ പറ്റി തള്ളുന്ന മാതിരിയാവും, പക്ഷേ അല്ല, ഞാൻ എപ്പോഴും പുറത്തുനിന്ന് ഒരാളായിട്ടേ കണ്ടിട്ടുള്ളൂ. അച്ഛൻ ഇനി എന്തെങ്കിലും ഒരു തെറ്റ് കേട്ടാൽ ഞാൻ തന്നെ എതിർക്കും ആദ്യം തന്നെ. പക്ഷെ അങ്ങനെയല്ല, പുള്ളിയെ കൊണ്ട് നേരാണെന്ന് തോന്നുന്ന എല്ലാം അത് എഫക്റ്റീവ്ലി ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം ശ്രമിക്കുന്ന ആളാണ്. ക്രിറ്റിസിസം ഒന്നും പുള്ളിക്ക് പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു വിഷയമില്ല. അതാണ് സുരേഷ്. എൻ്റെ അടുത്തൊക്കെ ആത്മസംയമനം പാലിക്കാനായിട്ട് പറയുക അച്ഛൻ. പക്ഷെ നമുക്ക് ഈ പ്രായത്തിൽ അത് പറ്റില്ല. അല്ല, മറുപടി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം, ഒരു കുഴപ്പമില്ല എനിക്ക്. പക്ഷേ ഈ മറുപടിയൊക്കെ എൻ്റെ ലാസ്റ്റ് തോട്ട് പ്രോസസ്സാണ്. മറുപടിയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നതൊക്കെ നേരെ ചെന്ന് മുന്നിൽ നിൽക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. എന്നിട്ട് ഇനി പറ മുഖത്ത് നോക്കിയിട്ടെന്നുള്ളത്. അതെ. പിന്നെ ഇതിനൊക്കെ എന്ത് പേർപ്പസ്? ഈ പറയുന്ന ആൾക്കാരുടെ വാലിഡിറ്റി എന്താ? അവരെന്ത് ചെയ്തിട്ടാണ് ഇത് വേറൊരാളുടെ ഇങ്ങനെ പറയുന്നത്? അതിനേക്കാളും മികച്ചൊരു വ്യക്തിക്ക്, അച്ഛനേക്കാളും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തികൾക്ക് അച്ഛൻ ഒരു തെറ്റ് ചെയ്ത് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. പക്ഷെ അതിൻ്റെ 7 അയലത്ത് പോലും വരാത്ത ആൾക്കാർ ഒരു പരിധി കൂടുതൽ ചെയ്യരുത്. അല്ലെങ്കിൽ അതുപോലൊരു ദ്രോഹി, അതുപോലൊരു ഹിറ്റ്ലർ ആയിരിക്കണം അച്ഛൻ. അങ്ങനെയാണെങ്കിൽ ഞാനും മുൻപന്തിയിൽ തന്നെ കാണും കുറ്റപ്പെടുത്താൻ. ഓക്കെ അല്ലേ? തീർച്ചയാണ്. ആ ഒരു വാക്ക് വലിയ ഒരു വാക്കാണ് കേട്ടോ. ഈ സാധനമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് ഒരു മകൻ എന്ന നിലയിലും
ഒരു പുറത്തു നിന്ന് കാണുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കാണുന്ന ഒരു പ്രതിനിധി എന്ന നിലയ്ക്കും പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ടോപ്പ്. അത് തന്നെയാണ് മറ്റുള്ളവരും ചിന്തിക്കേണ്ടത്. സൂപ്പർ മറുപടി. ഹിറ്റാകട്ടെ സിനിമ. താങ്ക് യു. ഈ സിനിമ ഹിറ്റായിട്ട് നമുക്ക് പൊളിക്കണം, വീണ്ടും ഇരിക്കണം. അടുത്ത ഇതിൻ്റെ നമുക്ക് അജിത് വിനായകന് ഹിറ്റായിക്കന്നെ എന്തായാലും പാർട്ടി നടത്തും കേട്ടോ, ഉറപ്പാണ്. അതിനൊരു മാറ്റമില്ല. ഞങ്ങൾ അനുഭവമൊക്കെ കൂടിയിട്ടുള്ള ആ പാർട്ടിക്കൊക്കെ പുള്ളി അടിച്ചു പൊളിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 50-ാം ദിവസമൊക്കെ ആഘോഷിക്കട്ടെ. 100-ലേക്ക് പോകുമ്പോൾ അടുത്ത ആഘോഷം അങ്ങനെ ഉണ്ടാകട്ടെ. താങ്ക് യു. അല്ലേ? താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. കുഴപ്പമില്ലല്ലോ? ഇല്ല വേണ്ടല്ലോ. അജു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണുണ്ട്, അതാ എനിക്ക് പേടി. കുഴപ്പമില്ല അജു? അല്ല അങ്ങനെയല്ല, നല്ല ഉത്തരമായിരുന്നു അല്ലേ? കറക്റ്റ് ഉത്തരവാണ്. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു. താങ്ക് യു.